അന്തഃ സമുദ്രേ. അർത്ഥം മനസ്സിലായി? ആ വെടിക്കെട്ട് മുകളിലേക്ക് വിട്ടേക്കണം. താഴത്തേക്ക് അതും കൊണ്ട് ഇറങ്ങി വരുമ്പോ ദീർഘകമ്പമാവും. ദീർഘകമ്പം വേണ്ട, കമ്പം. ഒന്നുകൂടി, സാധാരണ ഡൈനാമിറ്റ് പോകുമ്പോ മോളിൽ ചെന്ന് പൊട്ടുകയല്ലേ, അത് പിന്നെ ആശയ താഴത്തേക്ക് വരണം. ഇവിടെയും അപ്സ്വാ അന്ത. ആ ഗ്യാപ്പ് ഉണ്ട്, അരക്കാൽ സെക്കൻഡ് ശബ്ദമില്ലാത്ത ഗ്യാപ്പ് ഉണ്ട്. അപ്സ്വാ അന്ത സമുദ്രേ. ഒന്നുകൂടി ഒരുമിച്ച്. യോനി രപ്സ്വാ അന്ത സമുദ്രേ തതോ വിദിഷ്ടേ ഭുവനാനോ വിശ്വോ കാമോന്ദ്യാം വർഷ്മണോപസ്പൃശാമി അഹമേവ ഐവ ഐവ വാത ഐവ പ്രവാഹ്യാരഭ മാഠ പരോ ദിവാ പരേണ പൃഥിവ്യൈ താവതി മഹിനാ സംബഭൂവ. ഓം ശാന്തി. ആദ്യത്തെ ലെസനായി നിർബന്ധമായും നിങ്ങൾ പുറത്തൊരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ നമ്പർ എഴുതിയിടണം. അടുത്ത ക്ലാസ് അടുത്ത ആഴ്ചയോ പിന്നത്തെ ആഴ്ചയോ ഈ ആലപ്പുഴ വഴി പോകുമ്പോൾ ക്ലാസ് ഉണ്ടാവും. ഇത്രയും 14 നല്ലോണം പഠിക്കുക. എനിക്ക് കറക്റ്റ് 4 മണിക്ക് കായംകുളത്ത് ആശ്രമത്തിൽ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു 12:30 1 മണിക്ക് എത്താന്ന് വിചാരിച്ചു. 1 മണിക്ക് ക്ലാസ് തുടങ്ങാന്ന് വിചാരിച്ചു. തുടങ്ങിയിരുന്നെങ്കിലും ആൾക്കാർ എത്തുമായിരുന്നില്ല. അപ്പോ അടുത്ത ക്ലാസ് മുതൽക്ക് നിർബന്ധമാണ് ഷാർപ്പ് ടൈം. വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും ചായ കുടിക്കാനോ മറ്റുള്ളതിനൊന്നിനും നിൽക്കില്ല. ഞങ്ങൾ ശരിക്ക് രാവിലെ മുതൽക്ക് ഞങ്ങൾ 4 പേര് ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം അപ്രതീക്ഷിതമായിട്ട് കൊല്ലത്ത് ട്രാഫിക് ജാം, മൊത്തം ട്രാഫിക് ജാം. കൊല്ലത്ത് ഇതുവരെ പതിവില്ലാത്ത. പക്ഷെ ഒന്ന് കഴിച്ചോ ഇല്ലയോ എന്നല്ല, വേദം പഠിക്കുമ്പോൾ അത് ഡീപ്പ് സിൻസിയർ ആയിരിക്കണം, ഡിവോട്ടഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, കഴിയുന്നത്രയും പങ്ക്ച്വൽ ആയിരിക്കണം. ശരീരശുദ്ധി, മനഃശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. ശരീരം, മനസ്സ്, ഉപയോഗിക്കുന്ന വാക്കുകള്, ചെയ്യുന്ന പ്രവൃത്തി, അതുപോലെ തന്നെ നമ്മുടെ ആഹാരം. ശരീരം, മനസ്സ്, വാക്ക്, ആഹാരം, കർമ്മം കഴിയുന്നത്രയും ശുദ്ധമായിരിക്കണം. നിരന്തരം വായിക്കണം. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് 12ാമത്തെ പേജ് വായിക്കാൻ പറഞ്ഞാല് വായിക്കാൻ സാധിക്കണം. ഇതാണ് 1ാമത്തെ പാർട്ട്. ഇനി ഞങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കുറെ കൂടി ഇടിച്ചു കയറി മുമ്പോട്ട് പോയി പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബുക്സ് താഴെ വെച്ചിട്ടുണ്ട്. പ്രൊഫസർ വൈദ്യനാഥൻ സാറിന്റെ വോളിയം 2 കുറേ ഉണ്ട്. 80 പേജ് ഉണ്ട്. അത് നന്നായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഇത്രയും വായിച്ചവർക്ക് അത് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ ബാക്കിയും അതും പഠിപ്പിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രുദ്രം ചമകത്തിലേക്ക് പോകും. ഇതിനേക്കാളും എളുപ്പമാണ്, പക്ഷെ കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ. അടുത്ത ക്ലാസ് 2-2.5 മണിക്കൂർ ഉണ്ടാവും. ബുദ്ധിമുട്ടില്ലെങ്കിൽ 2-2.5 മണിക്കൂർ ഉണ്ടാകും. പിന്നെ ഇന്ന് ആദ്യമായിട്ട് വേദം പഠിക്കുന്നവര് വേദത്തിന്റെ ക്ലാസ്സിൽ മാത്രമുള്ള ഒരു കണ്ടീഷനാണ്, പുറത്തൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. വേദം പഠിച്ച ദക്ഷിണ സമർപ്പിക്കണം. അത് ഗോപാലകൃഷ്ണനല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിനല്ല, ഒരു വ്യക്തിക്കുമല്ല, നേരെ വേദം പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. എന്ത് സമർപ്പിച്ചാലും വിരോധമില്ല. അത് വേദം പഠിപ്പിക്കുന്നതിൽ മാത്രമേ ദക്ഷിണ എന്ന വാക്ക് ഞാനോ വേറെ ആരെങ്കിലുമോ ഉപയോഗിക്കുള്ളൂ. വേറെ ഒന്നിനും അത് ഉപയോഗിക്കില്ല. നിങ്ങളത് ദക്ഷിണ എത്രയാണ് ഇടുന്നത് എന്നും അന്വേഷിക്കില്ല, ഇട്ടോ എന്നും അന്വേഷിക്കില്ല. പിന്നെ കുറച്ച് പുസ്തകങ്ങളും CD-കളും വെച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം നിർബന്ധമില്ല. വാങ്ങിക്കുകയാണെങ്കിൽ കോപ്പി റൈറ്റ് ഇല്ല.
എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഒരു പ്രാർത്ഥന കൂടി. ഓം ഗുരോർ ബ്രഹ്മ ഗുരോർ വിഷ്ണു ഗുരോർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ IT കേരളയിലെ ഡയറക്ടർക്കും പ്രിൻസിപ്പാളിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരനും ഭാരതമാതാവും നമ്മളുടെ ഋഷീശ്വരന്മാരും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിർദ്ദേശിക്കുന്നു, വേദം വിട്ടുകളയരുത്, പഠിക്കണം. എത്ര ബുദ്ധിമുട്ട് തോന്നിയാണെങ്കിലും പഠിക്കണം. 5 മാസത്തിനകം യജുർവേദം ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തത് നിങ്ങളുടെ കയ്യിലെത്തും. അത് ഇന്ന് മലയാളത്തിൽ യജുർവേദം ഇല്ല, സംസ്കൃതത്തിലെ യജുർവേദം ഉള്ളൂ. ഒരാൾ യജുർവേദം ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് സ്വരത്തോടു കൂടി എത്തും. യജുർവേദം മുഴുവനും വായിച്ച ഒരാളാണെന്ന തല ഉയർത്തിയ അഭിമാനത്തോടു കൂടി പറയാൻ ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം പ്രണാമം പ്രണാമം. 15 മിനിറ്റ് ഞാനിവിടെ ഉണ്ടാവും. ആ ബുക്സ് പാക്ക് ചെയ്യുന്നത് വരെ വേണമെങ്കിൽ എടുക്കാം. അത് കഴിഞ്ഞ് ഞങ്ങള് തെക്കോട്ട് പോകും, സ്ഥിരമായിട്ടല്ല, കായംകുളത്തേക്ക്.